നായകൻ എല്ലാവരും പോയി കാണണം. ഞാനിപ്പോൾ കണ്ടിറങ്ങി വന്നോളൂ. എൻ്റെ അമ്മ ഒന്നും പറയാനില്ല. സൂപ്പർ ഫിലിം. ഒന്നും പറയാനെന്ന് വെച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ ജനനായകൻ ഒരു മാസ സിനിമ മാത്രമല്ല, മനസ്സിൽ ആഴത്തിൽ സ്പർശിക്കുന്ന ഒരു ഇമോഷണൽ അനുഭവം കൂടിയാണ്. ആക്ഷനും മാസും മൊമെൻറ്റുകളൊക്കെ ഉണ്ടെങ്കിലും സിനിമയുടെ ഒരു യഥാർത്ഥ ശക്തി അതിലെ വികാരങ്ങളും മനുഷ്യബന്ധങ്ങളുമാണ്. എനിക്കത് കണ്ടിറങ്ങിയിട്ട് ഇതേ ഇപ്പോൾ പിറ്റേ ദിവസമായി, പക്ഷേ അതിൻ്റെ എഫക്റ്റ് ഇപ്പോഴും പോയിട്ടില്ല. പ്രത്യേകിച്ച് ചെറുപ്പത്തിൽ തന്നെ അച്ഛനോ അമ്മയോ നഷ്ടപ്പെട്ട് വളർന്ന പെൺകുട്ടികൾക്ക് ഈ സിനിമയിലെ ചില രംഗങ്ങളൊക്കെ ഇല്ലേ, അത് വ്യക്തിപരമായ അനുഭവപ്പെടാൻ നമുക്ക് പറ്റുന്നുണ്ട് ഇതിൽ. പിന്നെ മാതാപിതാക്കളുടെ സ്നേഹവും സംരക്ഷണവും എത്ര വലിയ ശക്തിയാണെന്ന് നമുക്ക് ഈ സിനിമ കാണുമ്പോൾ ഒരു ഹൃദയസ്പർശിയായിട്ട് നമുക്ക് തോന്നും. പിന്നെ സിംഗിൾ പാരൻറ്റിങ്ങിൻ്റെ കരുതലിന് വളർന്നു വന്നവർക്ക് ജീവിതത്തിലെ ഒറ്റപ്പെടലുകൾ നിരാശയും അനുഭവിച്ചവർക്കൊക്കെ പല പ്രതിസന്ധികളിലും ധൈര്യത്തോടെ നേരിടുന്ന സ്ത്രീകൾക്ക് ഈ സിനിമയിൽ നിന്നൊരു പ്രതീക്ഷയും ആത്മവിശ്വാസവും ലഭിക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഈ സ്ത്രീകൾ ദുർബലമായി കാണിക്കുന്നതല്ല ഈ സിനിമ, പക്ഷേ മറിച്ച് അവർ എത്ര ശക്തരാണെന്നും എത്ര പ്രതിസന്ധികൾ വന്നാലും മുന്നോട്ട് പോകാൻ കഴിയുമെന്നും ഈ സന്ദേശമാണ് ഈ സിനിമ നൽകുന്നത്. അതുകൊണ്ട് തന്നെ പല സ്ത്രീകളും, പ്രത്യേകിച്ച് ജീവിതത്തിൽ ഒരുപാട് വെല്ലുവിളികൾ നേടിയവർക്കും ഈ കഥയുമായി വ്യക്തിപരമായ ബന്ധം തോന്നാൻ സാധ്യതയുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ എന്ന് വെച്ചാൽ സിംഗിൾ പാരൻറ്റിങ്ങിൽ ഇപ്പോൾ അമ്മയാണോ അച്ഛനാണോ ആരാണോ മരിച്ചതെന്നെങ്കിലും, ഇപ്പം അമ്മയാണെങ്കിൽ ഒരു ദളപതി ലൈഫിൽ ഒരിക്കലെങ്കിലും ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ ഉണ്ടാവണമെന്ന് എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ തോന്നിയായിരുന്നു. പിന്നെ അതോടൊപ്പം മാതാപിതാക്കളുള്ളവർ അവരുടെ സാന്നിധ്യം വില മനസ്സിലാക്കാനും കുടുംബ ബന്ധങ്ങളുടെ പ്രാധാന്യം തിരിച്ചറിയാനും ഈ സിനിമ ഭയങ്കരമായിട്ട് പ്രേരിപ്പിക്കുന്നു. പിന്നെ എനിക്ക് ഈ സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് പ്രശ്നങ്ങൾ മാത്രം കാണിച്ചു തരാതെ അതിനെ നേരിടാനും ധൈര്യവും പ്രതീക്ഷയും പ്രേക്ഷകർക്ക് നൽകാൻ ശ്രമിക്കുന്നതായിട്ട് എനിക്ക് ഈ സിനിമയിൽ തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ എൻ്റെ അഭിപ്രായത്തിൽ ജനനായകൻ ഒരു മാസ് എൻട്രി മാത്രമല്ല, വികാരങ്ങളും പ്രതീക്ഷയും ധൈര്യവും നിറഞ്ഞൊരു സിനിമയാണ്. ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ നേരിട്ട സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും കുടുംബ ബന്ധങ്ങളുടെ വില മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കണ്ടിരിക്കാവുന്ന ഒരു സിനിമയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമായി. ഇതിൽ ഞാനെങ്ങനെ പറയാമെന്ന് വെച്ചാൽ, ഞാനൊരു സിംഗിൾ പാരൻറ്റിങ് ആണ്. അതായത് എൻ്റെ അപ്പച്ചൻ ചെറുപ്പത്തിൽ മരിച്ചതാണ്. അപ്പോൾ എനിക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് ഇത് ഒരു വുമൻസിന് എങ്ങനെയാണ് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുകയെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലാവും. വുമൻസ് മസ്റ്റ് വാച്ച് സിനിമയാണ് ഈ സിനിമ. എനിക്ക് ഒന്നും പറയാനില്ല, അത്ര തന്നെ. പിന്നെ ഗേൾസിൻ്റെ ഉണ്ടാവണ പ്രശ്നങ്ങൾ, ജീവിതത്തിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, വെല്ലുവിളികൾ എല്ലാം എങ്ങനെ നേരിടണം, എങ്ങനെ വുമൻസ് സ്ട്രോങ് ആയിട്ടിരിക്കണം, എങ്ങനെ വുമൻസിനെ സ്ട്രോങ് ആക്കാൻ ഒരു ദളപതിക്ക് എങ്ങനെ സാധിക്കും, എങ്ങനെ ഇത് ചെയ്യണമെന്നൊക്കെ പറ്റിയൊരു സിനിമയാണ്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ സർട്ടിഫിക്കറ്റ് വന്നതെന്ന് വെച്ചാൽ കുറേ ഇതൊക്കെ ഉണ്ട്, ചോര വരണത്, കുത്തണത്. പക്ഷെ അതൊക്കെ ജെന്യൂനുള്ള കാര്യത്തിന് വേണ്ടിയാണെന്ന് പറയുമ്പോൾ നമുക്കൊരു ഇത് വരില്ല. അതായത് ജെന്യൂൻ കാര്യത്തിന് വേണ്ടി ആണുള്ളത് നമുക്കിത് വരില്ല. വിജയ് ഈ ലാസ്റ്റ് സിനിമ മാസ് എന്ന് വെച്ചാൽ മാസ് ഇതാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ഭയങ്കര ഇഷ്ടം. പ്രൗഡ് ഓഫ്